ശ്രീ എം കെ ഹരിദാസ്, നമ്മുടെ കേരളത്തിന്റെ നിലവിലെ സാമൂഹിക അന്തരീക്ഷം ആകെ തകിടം മറിഞ്ഞു കിടക്കുന്നതായി അറിയാം. ലഹരിയുടെ ഉപയോഗം തന്നെയാണ് ഏറ്റവും ഭീതിതമായ ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. കുടുംബക്കാരെ അടക്കം, അച്ഛനെയും അമ്മയും ഒക്കെ അടക്കം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കൊല ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവതലമുറയിലേക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ പിടി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ലഹരി മുക്ത ക്യാമ്പസുകളെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട് ഒരു തലമുറ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാവരും വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് തുറന്ന്, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ഇത്തരം ക്യാമ്പസുകളിലല്ലേ പഠിക്കേണ്ടത്? പേടിയാകുന്നു. പല മാതാപിതാക്കളും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകട്ടെ, എന്തിനിവിടെ പഠിപ്പിക്കണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു. അത്രമാത്രം മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി നമ്മുടെ സാംസ്കാരിക കേരളവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പസ് ലഹരി മുക്തമാക്കണം എന്ന് അവിടെയുള്ള അധികൃതർ തന്നെ ആത്മാർത്ഥതയോടുകൂടി പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് തടയിടുന്നതിനായി SFI നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം എല്ലാ സർവകലാശാലകളും രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു ഗവൺമെന്റ്. അതനുസരിച്ച് അവരുടെ തന്നെ VC നിയമനങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനെതിരെ ശബ്ദമുയർത്തിയ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞു വരുത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്, തെരുവിലടക്കം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും ആ നിലപാട് സർക്കാർ ഇങ്ങനെ തുടരുകയാണ്. അതിനെ വേണ്ടുന്ന അവരുടെ ഗുണ്ടകളാക്കി അവർ SFIയെ വളർത്തിയെടുക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കാലടി സർവകലാശാലയിലെ തന്നെ VC ആയ ഒരു സ്ത്രീയാണ് KK ഗീതാകുമാരി. അവർക്കെതിരെ ആ SFI ബാനറിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന അസഭ്യം കാണണം. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, ഒരു വിദ്യാർത്ഥി സംഘടനയാണ്, വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടവരാണ് ഇത്തരത്തിൽ അസഭ്യം കലർന്ന രീതിയിൽ ആ ബാനർ മുഴുവൻ എഴുതി പിടിച്ചിരിക്കുന്നത്. നമുക്ക് പണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയ ഗവർണറെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ ആ ബാനർ വലിയ പരിഹാസം ആകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ ഇംഗ്ലീഷിൽ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ആ ബാനറൊക്കെ അങ്ങേയറ്റം അപഹാസ്യമാകുന്ന തരത്തിൽ പൊതുസമൂഹം ആർത്താർത്ത് ചിരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നിലവാര തകർച്ചയിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടന പോകുമ്പോൾ അവരെ തിരുത്താൻ പോലും തയ്യാറാകാത്ത മാതൃസംഘടനയും അല്ലെങ്കിൽ അവരുടെ നേതാക്കളുമാണോ ഈ കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്രയധികം അധപ്പതിക്കുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ലജ്ജാകരമായ ഒരു സാഹചര്യവുമില്ലേ? പലപ്പോഴും SFI ഒരു തലവേദനയാകുമെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ചില നേതാക്കളെങ്കിലും ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ വായടപ്പിക്കുന്ന തരത്തിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കലാശാലകൾ കലാപശാലകളായിട്ട് കുറച്ചു കാലമായി. ആ കലാപശാലകളാവാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ ആ മാതൃസംഘടനയ്ക്ക് കാര്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ഇനി രോഹിണി, ഇനിയിപ്പോ 2 മാസമോ 3 മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് കൃത്യം 7-8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിപ്പിക്കുന്ന CPM-ന്റെ സ്ഥിരമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാവം കുട്ടികൾ ഇത്തരത്തിൽ ഇവർ പറയുന്നതിനനുസരിച്ചിട്ട് ചാടാനും തുള്ളാനും ഒക്കെ നിൽക്കാൻ ഇവരെ ഉള്ളൂ എന്നറിയാവുന്ന ഈ നേതൃത്വം ഒരു നിലയ്ക്കും ഇവരെ ഒരു കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് അടുത്ത ഇലക്ഷൻ വരയ്ക്കും ഇത്തരത്തിൽ കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു എന്നതിനപ്പുറം ഒരു നടപടി എടുക്കാനോ അവരെ തിരുത്താനോ ഒന്നും ഇവർ പോകുന്നു എന്നുള്ളൊരു കടുക മണിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലടി സർവകലാശാലയിലെ ഉപസമിതി ആയാലും സിൻഡിക്കേറ്റ് ആയാലും പുറത്തിറക്കിയിട്ടുള്ള ആ നിബന്ധനകളെല്ലാം തന്നെ ഇവർ അംഗീകരിക്കില്ല എന്നുള്ള അവരുടെ നിബന്ധനയ്ക്ക് വഴങ്ങിക്കൊണ്ട് അതൊക്കെ പിൻവലിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് കാലടി സർവകലാശാലയുടെ ഭരണാധികാരികൾ എത്തും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകേണ്ട, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യേണ്ട, അത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളും ഈ ഉപസമിതിയുടെ ഇത്തരത്തിലുള്ള ഉത്തരവുകളിൽ കാണാനില്ല. രാത്രി 11 മണിക്ക് എല്ലാവരും ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തണം. അവിടെ ഓരോ മുറിയിലും അനുവദിക്കപ്പെട്ടവർ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ. പുറമേ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തു പോയവരെ തിരിച്ചു വന്നിട്ട് അവിടെ ഹോസ്റ്റലുകളിൽ താമസിക്കാൻ പാടില്ല. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇവരോട് ഈ പറയുന്നത്? ഇവർക്ക് ഈ എതിർക്കുന്നവർക്ക് എല്ലാവർക്കും മാതാപിതാക്കളില്ലേ? ആ മാതാപിതാക്കളിലൂടെ ഒരു ബോധവൽക്കരണം ഇവരിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് കോളേജ് അധികൃതരോ ഈ ഉപസമിതിയുടെ അധികൃതരോ തയ്യാറാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ജനിക്കുമെന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് നല്ലൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നല്ല വിദ്യാർത്ഥികൾ മാതൃകയാകും. അവരുടെ വാക്കും പ്രവൃത്തിയും ഓരോ സന്ദേശങ്ങളായിട്ട് വേണം കാണാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ മുൻപേ പോയവർ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളും ഇത്തരത്തിലുള്ള വാഗ്ദോരണികളും നടത്തി പോയിട്ടുള്ളവർ അവർ ആ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള ബോധം വരുത്തുവാൻ
ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത് വരുന്ന സമൂഹത്തെ അങ്ങേയറ്റം ചളിക്കുണ്ടിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികകാലം തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് ദോഷമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് രോഹിണി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്.